ചെന്നൈയിലായിരുന്നു പാർത്ഥിപൻ സൂര്യകല ദമ്പതികൾ താമസിച്ചിരുന്നത്. അവർക്ക് 6 വയസ്സുള്ള ഒരു മകളുണ്ടായിരുന്നു. രാഘവി എന്നായിരുന്നു ആ മകളുടെ പേര്. പിന്നെ അതുപോലെ തന്നെ 1.5 വയസ്സുള്ള ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു. ഒക്ടോബർ മാസം 2019 ആ ദിവസവും രാഘവൻ സാധാരണ പോലെയായിരുന്നു ഓഫീസിലോട്ട് പോയത്. ഓഫീസിലെത്തി ഒരു ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ആൾക്ക് ഒരു കോള് വരികയാണ്. ആളുടെ ഭാര്യയായിട്ടുള്ള സൂര്യകലയായിരുന്നു വിളിച്ചത്. അവർ പറഞ്ഞത് കഴിഞ്ഞ 2 മണിക്കൂറുകളായിട്ട് രാഘവിയെ കാണാനില്ല എന്നായിരുന്നു. ഇവിടെ നിന്ന് കളിക്കുകയായിരുന്നു, പിന്നീട് പെട്ടെന്നുകൊണ്ട് കാണാതായി എന്നുള്ള കാര്യം പറയുകയാണ്. ഇത് കേട്ട പാർത്ഥിപൻ അവിടെ നിന്ന്, അതായത് ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് വരികയായിരുന്നു, ഓടി വരികയായിരുന്നു. എന്തിനേറെ പറയുന്നു, ആളുടെ ബോസിൻ്റെ അടുത്ത് പോലും ഒരു പെർമിഷൻ ചോദിക്കാതെ ആയിരുന്നു, ആരോടും പറയാതെ ആയിരുന്നു ആ ഒരു ഓഫീസിൽ നിന്ന് ഈ ഒരു വാർത്ത കേട്ട് ഇറങ്ങി നേരെ വീട്ടിലോട്ട് ഓടിയത്. വീട്ടിലെത്തി വീടിൻ്റെ ചുറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ആ കുഞ്ഞ് അവിടെ എവിടെയും ഉണ്ടായിരുന്നില്ല. പിന്നെ വീടിൻ്റെ പുറത്തുള്ള ഒരു ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡിൽ നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ ചെരുപ്പ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെരുപ്പ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തോട്ടെങ്കിലും പോയിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുള്ളൊരു തോട്ട് ആൾക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ ആൾ വീടിൻ്റെ അകത്തും അതുപോലെ തന്നെ വീടിൻ്റെ മുകളിലുള്ള ടെറസിലും മറ്റൊക്കെ പോയി നോക്കുകയാണ്. അങ്ങനെ ടെറസിലും മറ്റൊക്കെ പോയി നോക്കിയിട്ടും അവിടെ ഒന്നും തന്നെ ആ ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല. അപ്പോഴാണ് വീടിനടുത്തുള്ള പാർക്കിനെ കുറിച്ച് ആൾ ഓർത്തത്. ഇനി കുഞ്ഞെങ്ങാനും പാർക്കിലോട്ട് പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങി ആൾ പാർക്ക് ലക്ഷ്യമാക്കി ഓടാനായിട്ട് തുടങ്ങി. ഇയാളുടെ വൈഫായിട്ടുള്ള സൂര്യകല ആ ഒരു 1.5 വയസ്സുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇയാളുടെ പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു. എന്നാലും അവർക്ക് ഓടിയെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അവിടെ നിന്നു ഇയാൾ ആ ഒരു പാർക്കിലോട്ട് പോയിട്ട് അങ്ങനെ നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആൾക്ക് മറ്റൊരു കോള് വരികയാണ് ഉണ്ടായത്. ആ കോളും സൂര്യകലയുടേത് തന്നെയായിരുന്നു. പതറിയ ശബ്ദത്തോടുകൂടി കരഞ്ഞുകൊണ്ടായിരുന്നു സൂര്യകല സംസാരിച്ചിരുന്നത്. നമ്മളുടെ വീടിനോട് ചേർന്നുള്ള കോമ്പൗണ്ട് വാളിൻ്റെ അപ്പുറത്ത് ചെറിയ കാട് പിടിച്ചൊരു ഏരിയയിൽ ഇതുപോലെ തന്നെ ആ കുഞ്ഞ് കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമായിരുന്നു ആ ഒരു സ്ത്രീ പറഞ്ഞത്. ഇത് കേട്ട് ആ ഒരു സ്ഥലത്തോട്ട് പാർത്ഥിപൻ ഓടി വരികയായിരുന്നു. അപ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന രാഘവിയെ ആയിരുന്നു ആള് കണ്ടത്. അപ്പോൾ പെട്ടെന്നുകൊണ്ട് തന്നെ പിന്നീട് പോലീസിനെയോ ആംബുലൻസിനെയോ ഒന്നും വിവരം അറിയിക്കാൻ ആൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ഓടുകയാണ്. ആ ഓട്ടത്തിനിടയിൽ ഒരു 2 വീലറുകാരനെ കാണുകയാണ്. ആളുടെ ഹെൽപ്പോട് കൂടിയിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തുകയും ചെയ്തു. ഹോസ്പിറ്റലിലെത്തി ഡോക്ടേഴ്സ് പരിശോധിച്ചു. ഈ ഒരു കുഞ്ഞ് നേരത്തെ തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൺഫേം ചെയ്യുകയും ചെയ്തു. ഇത് കേട്ട് പാർത്ഥിപൻ ആകെപ്പാടെ തകർന്നു പോവുകയായിരുന്നു. അപ്പോൾ 2019 ചെന്നൈയെ നടുക്കിയ ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആ കുഞ്ഞിന് അന്ന് എന്താണ് സംഭവിച്ചത്, ആരാണ് ഇതിൻ്റെ പിന്നിൽ, പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. വിവരമറിഞ്ഞ പോലീസുകാർ ഉടനെ തന്നെ സ്ഥലത്തോട്ട് എത്തുകയാണ്. അതിനുശേഷം ഹസ്ബൻഡിനെയും വൈഫിനെയും ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. അവർ പറഞ്ഞു ഈ ഒരു കുഞ്ഞ് മുകളിൽ കളിച്ചുകൊണ്ടിരുന്നിരുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നതായിരിക്കും എന്നുള്ളത്. അപ്പോൾ പോലീസുകാർ നേരെ ആ ഒരു ടെറസും മറ്റൊക്കെ പോയി നോക്കിയപ്പോൾ അവിടുത്തെ അരഭിത്തിക്ക് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു കുഞ്ഞൊരിക്കലും അവിടെ നിന്ന് താഴോട്ട് വീഴാനുള്ള യാതൊരു പ്രോബബിലിറ്റിയും അവർക്ക് അവിടെ ഇൻസ്പെക്ട് ചെയ്തപ്പോൾ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഇനിയിപ്പോൾ പേരൻസ് വല്ല ഡ്രാമ കളിക്കുന്നതാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാർ ഇവർ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് നല്ലപോലെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് ഒരുപാടധികം കാര്യങ്ങൾ പോലീസിന് മനസ്സിലാകുന്നത്. കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള വളർമതി എന്ന് പറയുന്ന ഒരു അമ്മയുടെ മകനായിട്ടായിരുന്നു ഈ ഒരു പാർത്ഥിപൻ ജനിച്ചത്. അച്ഛൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മരിച്ചു പോയതാണ്. അപ്പോൾ അതിനുശേഷം ആ ഒരു ഏരിയയിലൊക്കെ തന്നെയായിരുന്നു ഇയാൾ സ്കൂളും കോളേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോളേജിൻ്റെ പഠിപ്പിനൊക്കെ ശേഷം ആൾക്ക് ജോലി ലഭിക്കുകയാണ്. അങ്ങനെ അത്യാവശ്യം തിരക്കേടില്ലാതെ ആളുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ആൾക്ക് കല്യാണപ്രായമായി. അപ്പോൾ വീട്ടുകാരും മറ്റൊക്കെ കല്യാണം കഴിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ അയാളുടെ കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. ശരണ്യ എന്നായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ പേര്. ആ ഒരു ഏരിയയിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫെബ്രുവരി 2013 ഇവരുടെ വിവാഹം കഴിയുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ശരണ്യ പ്രഗ്നൻ്റ് ആവുകയാണ്. ഇയാളാണെന്നുണ്ടെങ്കിൽ നല്ല ഹാപ്പിയായി, ഫാമിലിയിലുള്ള എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു പ്രഗ്നൻസി അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ടാണ് പോയത്. അതായത് ഇവരുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാവുകയായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു പിന്നീട് അവരുടെ ഫാമിലി കടന്നുപോയത്. അങ്ങനെ ശരണ്യ പ്രഗ്നൻ്റ് ആയിട്ടൊരു 7.5 മാസം കഴിഞ്ഞു. ഒക്ടോബർ മാസം കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടൊരു സർജറിയിലൂടെ ഈ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ് ഉണ്ടായത്. രാഘവിക്ക് മര്യാദക്കൊന്നും മുലപ്പാൽ കൊടുക്കാൻ പോലും ശരണ്യക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനു മുൻപ് തന്നെ ആ ഒരു ഒക്ടോബർ മാസം തന്നെ ചികിത്സകളൊന്നും ഫലിക്കാതെ അവർ മരണപ്പെടുകയായിരുന്നു. പിന്നീട് ആ കുഞ്ഞിനെ നോക്കിയത് പാർത്ഥിപന്റെ അമ്മയായിട്ടുള്ള വളർമതിയായിരുന്നു.
അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ശരണ്യയുടെ പാരൻസ് പാർത്ഥിബൻ്റെ വീട്ടിലോട്ട് വരുന്നത്. കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം, നല്ലപോലെ നോക്കിക്കോളാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പാർത്ഥിബൻ്റെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു, വേണ്ട, കുഞ്ഞിവിടെ നിന്നോട്ടെ, ഞങ്ങൾ അതിലും നന്നായിട്ട് തന്നെ നോക്കിക്കോളാം, ഇവിടെ ആകുമ്പോൾ അച്ഛനുണ്ടല്ലോ, അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഉണ്ടാവില്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ അവസാനം ഈ കുഞ്ഞിനെ പാർത്ഥിബൻ്റെ ഫാമിലി തന്നെ നോക്കാമെന്നുള്ളൊരു കാര്യം ഏൽക്കുകയാണ്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു പോയി. വീണ്ടും ഫാമിലിയിൽ നിന്ന് ഈ ഒരു പാർത്ഥിബന് പ്രഷർ വരികയാണ് കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. പാർത്ഥിബൻ പറഞ്ഞു, എനിക്ക് കല്യാണവും കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് എൻ്റെ കുഞ്ഞുണ്ട്, അത് മതി, ഞാനിങ്ങനെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. എന്നാൽ ഈ അമ്മയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ പറഞ്ഞു, ഓക്കെ, നിനക്കിനി കല്യാണവും വേറൊരു പെണ്ണൊന്നും വേണ്ടായിരിക്കാം, എന്നാൽ ഈ ഒരു കുഞ്ഞിന് ഒരു അമ്മയുടെ ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നീ എന്തായാലും വീണ്ടും ഒരു കല്യാണം കഴിക്കണം എന്ന് പറയുകയാണ്. അവസാനം വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് രണ്ടാമതൊരു വിവാഹം കഴിക്കാമെന്ന് ഈ ഒരു പാർത്ഥിബൻ സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം വിധവകളായതോ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വല്ല സ്ത്രീകളും ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഇവർ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു സൂര്യകലയുടെ ഈ ഒരു അലയൻസ് വരുന്നത്. 29 വയസ്സായിരുന്ന ഒരു സമയത്ത് അവർക്ക് പ്രായം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞിനെയും കൊണ്ടിട്ടാണ് ആദ്യമായിട്ട് ഒരു സൂര്യകല ഇയാൾ കാണാനായിട്ട് പോകുന്നത്. അതായത് പാർത്ഥിബനും അമ്മയും അതുപോലെ തന്നെ കുഞ്ഞും കൂടിയായിരുന്നു അങ്ങോട്ട് പോയത്. അതിനുശേഷം സൂര്യകലയോട് സംസാരിക്കുന്ന ടൈമിന് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് തന്നെ ഇയാൾ കാര്യങ്ങൾ പറഞ്ഞു. അതായത് എൻ്റെ കുഞ്ഞിനൊരു അമ്മ വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. സോ എൻ്റെ കുഞ്ഞിനെയും മര്യാദക്ക് നോക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു കല്യാണത്തിന് നിന്നാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വളരെ ഓപ്പണായിട്ട് ആൾ ഈ ഒരു സൂര്യകലയോടും അവരുടെ ഫാമിലിയുടെ അടുത്തും പറയുകയാണ്. അപ്പോൾ ഇയാളുടെ ഈ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആ ഫാമിലിക്കും അക്സെപ്റ്റബിൾ ആയിരുന്നു, ഓക്കെയും അവരും പറഞ്ഞു. അങ്ങനെ ഇവരുടെ വിവാഹം നടക്കാവുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എത്തി. ലാസ്റ്റ് ഇവരുടെ വിവാഹം നടക്കുകയും ചെയ്തു. 2016 ആ ഒരു കല്യാണം. ആ സമയത്ത് രാഘവിക്ക് 3 വയസ്സായിരുന്നു പ്രായം. രാഘവിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് വളർമതി തന്നെയായിരുന്നു. അതായത് കുളിപ്പിച്ചിരുന്നതും അതുപോലെ തന്നെ ഫുഡ് കൊടുത്തിരുന്നതും സ്കൂളിലോട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് അങ്ങോട്ടും അതിന് മുൻപൊക്കെ ചെയ്തിരുന്നത് ഈ ഒരു വളർമതി തന്നെയായിരുന്നു. വിവാഹത്തിന് ശേഷം ചെന്നൈയിലെ ഹസ്തനപുരം ഏരിയയിൽ ഒരു പ്രൈവറ്റ് ഫേമിൽ നല്ലൊരു ജോലി പാർത്ഥിബന് കിട്ടുകയാണ്. അപ്പോൾ അവിടെ ഒരു വാടക വീട് എടുത്തിട്ട് ഇവർ താമസം മാറുകയും ചെയ്തു. അതായത് പാർത്ഥിബനും അമ്മയും ഭാര്യയും അതുപോലെ തന്നെ ഒരു കുഞ്ഞും. അങ്ങനെ അവരുടെ ലൈഫ് നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ. അതായത് ഈ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് പാർത്ഥിബൻ്റെ അമ്മ തന്നെയായിരുന്നു. അതായത് സ്കൂളിലോട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അങ്ങനെ ഒരു ദിവസം ഈ വളർമതിക്ക് വയ്യാതാവുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസം സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഈ ഒരു എന്താ പറയുക സൂര്യകലയോട് ഇവർ പറയുകയാണ് ഉണ്ടായത്. അല്ലാത്ത ദിവസമൊക്കെ ഒരു അമ്മ തന്നെയായിരുന്നു ചെയ്തിരുന്നതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഇതേപോലെ തന്നെ സൂര്യകല ആ ഒരു കുഞ്ഞിനെ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. ഇവർ ഈ വരുന്ന സമയത്ത് സൂര്യകലയുടെ അമ്മ ആ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഈ ഒരു അമ്മ ചോദിച്ചതായിട്ട് പറയുന്നത്, നിന്നെ ഇവിടെ ഒരു ആയനെ പോലെയാണോ ഇവർ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു ചോദ്യത്തിന് ശേഷമാണ് പ്രശ്നങ്ങളുടെ ഒരു തുടക്കം ഉണ്ടായതെന്ന് പിന്നീടുള്ള ഒരു എന്താ പറയുക ഒരു അഭിമുഖത്തിൽ ഈ പാർത്ഥിബൻ പറയുകയുണ്ടായെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് സൂര്യകല പ്രഗ്നൻ്റ് ആവുന്നത്. ഈ ഒരു വിഷയം പാർത്ഥിബൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആള് ഹാപ്പി ആകുന്നതിന് പകരം വേറൊരു ചോദ്യം തിരിച്ച് ചോദിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഓൾറെഡി ഒരു മോളില്ലേ, ഇനിയും നമുക്കൊരു കുഞ്ഞ് വേണോ, എന്തായാലും ഇത് അബോർട്ട് ചെയ്യുന്നതായിരിക്കില്ലേ നല്ലതെന്നുള്ളൊരു കാര്യം ഇയാൾ ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ പേരിൽ വീണ്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. സൂര്യകല ഒരിക്കലും ഇത് അബോർട്ട് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നില്ല. അങ്ങനെ 9 മാസത്തിന് ശേഷം ഇവർക്ക് ഒരു ആൺകുഞ്ഞു കൂടി പിറക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം വേറൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തൻ്റെ കുഞ്ഞിനേക്കാൾ കൂടുതൽ ആദ്യ ഭാര്യയുള്ള കുഞ്ഞിനോടാണ് പാർത്ഥിബന് സ്നേഹം എന്നുള്ള ആ ഒരു വിചാരം ഇവർക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ ആ ഒരു വിചാരം ഉള്ളിൽ കിടന്നുകൊണ്ട് ഈ ഒരു പെൺകുഞ്ഞിനെ ഇവർ കൂടുതലായിട്ട് ഇങ്ങനെ വെറുക്കാനായിട്ട് തുടങ്ങി. അതായത് സൂര്യകല ആ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കില്ല, മര്യാദക്ക് ഫുഡ് കൊടുക്കില്ല, അതുപോലെ തന്നെ അടിക്കാനായിട്ട് തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ആ 1.5 വയസ്സുള്ള ചെറിയ കൊച്ചിൻ്റെ ടോയ്സും മറ്റൊക്കെ ഈ ഒരു കുഞ്ഞ് എടുക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ചീത്ത പറയാനായിട്ട് തുടങ്ങി, ആ ടോയ്സൊക്കെ എടുത്തു വെക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകപ്പാടെ പ്രശ്നങ്ങളാവുകയാണ്. അപ്പോൾ ഇത്രത്തോളമൊക്കെ ആയപ്പോൾ ഈ ഒരു പാർത്ഥിബന് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്തോട്ടായി. ആ ഒരു സമയത്ത് സൂര്യകലയുടെ അടുത്ത് പാർത്ഥിബൻ ഡയറക്റ്റായിട്ട് പോയിട്ട് പറയുകയാണ്, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല, നമുക്ക് പിരിയാം, അത് തന്നെയായിരിക്കും നല്ലത് എന്നുള്ളൊരു കാര്യം ഇയാൾ പറഞ്ഞപ്പോൾ സൂര്യകലയും ഓക്കെ പറയുകയായിരുന്നു. അങ്ങനെ പാർത്ഥിബൻ ലോയറിനെ കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ഒരു സമയത്തും ഇതുപോലെ തന്നെ സൂര്യകല ഓക്കെ പറയുകയാണ്. എന്നാൽ കാര്യങ്ങളൊക്കെ സീരിയസ് ആയി പാർത്ഥിബൻ ശരിക്കും ലോയറിൻ്റെ അടുത്ത് പോകുന്നുള്ളൊരു സിറ്റുവേഷൻ ആയപ്പോൾ സൂര്യകല പറഞ്ഞു, എന്തായാലും ഇപ്പോൾ ലോയറിൻ്റെ അടുത്തൊന്നും പോകണ്ട, നമുക്ക് മനസ്സമാധാനമായിട്ട് തന്നെ ജീവിക്കാം, ഞാൻ നല്ല രീതിയിൽ ഇവിടെ നിന്നോളാം, എനിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, ഞാനും അതുപോലെ തന്നെ മോളും തമ്മിൽ വലിയ ഇടപഴകലും കാര്യങ്ങളൊന്നുമില്ലല്ലോ, വലിയ ഇൻട്രാക്ഷൻ ഒന്നുമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എനിക്ക് അവളോട് ഇത്ര ദേഷ്യം, ഞങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ശരിയാവുമായിരിക്കും എന്നുള്ളൊരു കാര്യം ഒരു സൂര്യകല ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ പാർത്ഥിബനും ഓക്കെ ഇതൊക്കെ ശരിയാവും എന്നുള്ള കാര്യം വിചാരിച്ചു. കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആവുകയെന്നുണ്ടെങ്കിൽ നല്ലതാണല്ലോ, ഇനിയും വെറുതെ വീണ്ടും അടുത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്
അതിന് ഓക്കെ പറയുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ സംഭവിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യകലക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ജോലിക്ക് പൊക്കോളാനായിട്ട് പറഞ്ഞു. എന്നാൽ എവിടെയും അവർ ഉറച്ചു നിന്നില്ല. അതായത് സ്ഥിരമായിട്ടൊരു കമ്പനിയിലൊന്നും അവർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കമ്പനി മാറിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ഇടയിൽ സുന്ദർ എന്ന് പറയുന്ന വേറൊരു ആളുമായിട്ട് ഇവർക്ക് വേറൊരു തരത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നതായിട്ട് ഇവരുടെ ഹസ്ബൻഡ് അറിഞ്ഞതായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി കാര്യങ്ങളോ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ നേരം വൈകി വീട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹസ്ബൻഡ് എവിടെ പോയിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടായിരുന്നതായിട്ടും പറയുന്നുണ്ട്. അതായത് ഇയാൾക്ക് തന്നെ സംശയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അടി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂവിന് ശേഷവും അടി കുറഞ്ഞില്ല, കൂടി തന്നെ വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കെ 2019 ഒക്ടോബർ മാസം പാർത്ഥിപന്റെ അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. പാർത്ഥിപനാണെന്നുണ്ടെങ്കിൽ ഓഫീസിലുമായിരുന്നു. വീട്ടിലാകപ്പാടെ സൂര്യകലയും പിന്നെ ഒരു ചെറിയ കുഞ്ഞും പിന്നെ രാഘവിയും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ രാഘവി അവിടെ കുറച്ചു നേരം കളിച്ച് നടന്നു. അതിനുശേഷം എന്താ പറയുക, രണ്ടാനമ്മയുടെ അടുത്ത് വന്ന് കയറി കുറച്ചു നേരം സംസാരിക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചു. എന്നാൽ അവിടെ നിന്ന് വീണ്ടും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ഈ ഒരു കുഞ്ഞിൻ്റെ ടോയ്സ്, അതായത് ചെറിയ കുഞ്ഞിൻ്റെ ടോയ്സ് ഈ കുട്ടിയെടുത്ത് കളിച്ചപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെയും ആ ഒരു ചെറിയ കുട്ടിയാണെന്ന് പോലും നോക്കാതെ ഈ കുഞ്ഞിനെ അടിക്കാനായിട്ട് തുടങ്ങി. അടിച്ചു കഴിഞ്ഞ് വീണ്ടും ഈ കുഞ്ഞ് കരഞ്ഞപ്പോൾ ദേഷ്യം കൂടുകയാണ് ഉണ്ടായത്. അപ്പോൾ വീണ്ടും അടിക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ടൈലിൻ്റെ കഷ്ണം എടുത്ത് കയറ്റി കുഞ്ഞിൻ്റെ തലക്കടിക്കായിരുന്നു. അതിനുശേഷം ആ കുഞ്ഞിൻ്റെ തലയും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് ഓരോ വന്നു. എന്നിട്ടും ഈ ഒരു സ്ത്രീയുടെ ദേഷ്യം തീരാതെ കഴുത്ത് ഞെരിക്കുകയായിരുന്നു. കഴുത്തിൽ പിടിച്ച് ഞെരിച്ച് ആ ഒരു 6 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനുശേഷം ഇനിയിപ്പോൾ താൻ പിടിക്കപ്പെടുമല്ലോ എന്നുള്ളൊരു ചിന്ത അവർക്ക് വരികയാണ്. അങ്ങനെയാണ് ഇവർ ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് നേരെ, അതായത് ആ ഒരു കുഞ്ഞിൻ്റെ ബോഡിയും കൊണ്ട് നേരെ ടെറസിലോട്ട് പോയത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ നിന്ന് അപ്പുറത്തോട്ട് ഇടുന്നതും. പിന്നീട് അവർ 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. പിന്നീടാണ് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് 2 മണിക്കൂറായിട്ട് മകളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡ്രാമ കളിക്കുന്നത്. ഇതറിഞ്ഞ ഹസ്ബൻഡ് ഉടനെ തന്നെ ഓടി അങ്ങോട്ടെത്തി. അതിനുശേഷം നല്ല രീതിയിൽ ഇവർ അഭിനയിച്ചു. മോളെ എന്താ പറയുക, അന്വേഷിക്കുന്നത് പോലെ ഇയാളുടെ കൂടെ നടന്നു. അപ്പോൾ ഇയാൾക്കും യാതൊരു തരത്തിലുള്ള സംശയങ്ങളോ മറ്റോ ഒന്നും തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവസാനം പോലീസുകാർ ഇതൊക്കെ തന്നെ കണ്ടെത്തുകയും അതുപോലെ തന്നെ ആ ഒരു സ്ത്രീയെ ജയിലിലാക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇത് ഇത്തിരി എന്താ പറയുക, ഡാർക്കായിട്ടുള്ളൊരു സ്റ്റോറി തന്നെയാണ്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണ്? നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.